കോറിലേഷനെ മെഷർ ചെയ്യുന്നത് ഡയഗ്രാമറ്റിക്കലി ഏത് മെത്തേഡിലൂടെയാണ്? സ്കാറ്റർ ഡയഗ്രാം അല്ലെ, സ്കാറ്റർ ഡയഗ്രാം രീതിയിലൂടെയാണ് നമ്മൾ കോറിലേഷൻ ഡയഗ്രാമറ്റിക്കലി മെഷർ ചെയ്യുന്നത്. സ്കാറ്റർ ഡയഗ്രാംസ് അനുസരിച്ച് 5 ടൈപ്പ് ആയിട്ടായിരിക്കും നമുക്ക് കോറിലേഷൻസ് കിട്ടുന്നത്. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ 5 ടൈപ്പ് ആയിട്ടായിരിക്കും ഗ്രാഫ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് പോസിറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾസ് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് ആയിട്ടായിരിക്കും നമ്മുടെ ഗ്രാഫ് ഉണ്ടായിരിക്കുന്നത്. നോക്കിക്കേ, പോസിറ്റീവ് ആയിട്ടല്ല വന്നത്, ഒരു ലൈൻ ഉണ്ടായിരിക്കും, ആ ലൈന് ഏത് സൈഡ്സിലായിരിക്കും കോറിലേഷൻ ഡോട്ട്സ് വരുന്നത്. നെഗറ്റീവ് കോറിലേഷനോ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടായിരിക്കും ഗ്രാഫ് ഉണ്ടാവുക, ആ ഒരു സ്ലോപ്പ് ലൈനിന്റെ ഏത് സൈഡ്സിലായിരിക്കും വരുന്നത്. അപ്പൊ നെഗറ്റീവ്ലി കോറിലേഷൻ ആകുമ്പോഴോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഒരാൾ ഇൻക്രീസ് ആകുമ്പോൾ, ഒരു വേരിയബിൾ ഇൻക്രീസ് ആകുമ്പോൾ മറ്റൊരു വേരിയബിൾ ഡിക്രീസ് ആകുന്നു എന്ന രീതിയിൽ വരുന്നു. ദെൻ സീറോ കോറിലേഷൻ, അതായത് വേരിയബിൾസ് തമ്മിൽ യാതൊരു വിധത്തിലും റിലേഷൻ ഇല്ല എന്ന് പറയുന്നതാണ് സീറോ കോറിലേഷൻ അല്ലെങ്കിൽ നോ കോറിലേഷൻസ്. നോക്കിക്കേ, അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാലോ അത് നെഗറ്റീവ് ആണ്, അതായത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ട് വരും. ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിൽ തന്നെ ആയിരിക്കും ഡോട്ട്സ് വരുന്നത്. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനോ ഒരു പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം പെർഫെക്റ്റ്ലി കോറിലേഷനും പെർഫെക്റ്റ്ലി പോസിറ്റീവ് കോറിലേഷനും ഉണ്ട്, പെർഫെക്റ്റ്ലി നെഗറ്റീവ് കോറിലേഷനും ഉണ്ട്, നോ കോറിലേഷൻ ഉണ്ട്. ഗ്രാഫ് വരയ്ക്കാനായിട്ട് ചോദിക്കണം. 5 മാർക്കിന് 4 മാർക്കിനൊക്കെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം ഈസി ആയിട്ട് മാർക്ക് സെക്യൂർ ചെയ്തൂടെ? അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക.